ഹായ്. ഈ വീഡിയോയിൽ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ബാക്ക് പെയിൻ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ യോഗ പോസസ് ചെയ്യാം എന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാക്സിമം ബേസിക് ആയിട്ടുള്ള യോഗ പോസസ് ആയിരിക്കും. ഈവൻ ബിഗിനർ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ബേസിക് ആയിട്ടുള്ള യോഗ പോസസ് ആയിരിക്കും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി യോഗ മാറ്റിലല്ല ഇരിക്കുന്നതെങ്കിൽ മാറ്റിലിരിക്കുക. എന്നിട്ട് ഏത് കംഫർട്ടബിൾ പൊസിഷനിൽ വേണമെങ്കിൽ ഇരിക്കുക. ഞാനിപ്പോൾ കാലിങ്ങനെ വെച്ചായിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഇരിക്കാം. നമ്മളിപ്പോൾ ഇനി ഗ്രൗണ്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാം. ഇനി കണ്ണുകൾ അടയ്ക്കാം. ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിലും പുറത്തേക്ക് വിടുന്നതിലും മാത്രം ഫോക്കസ് ചെയ്യുക. ബോഡി ഫുള്ള് റിലാക്സ് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മാറ്റിൽ മലന്ന് കിടക്കുക. എന്നിട്ട് വലത്തെ കാല് ഉള്ളിലോട്ട് മടക്കുക. വലത്തെ കാലിൻ്റെ കാൽമുട്ട് ചെസ്റ്റിക്ക് വരുന്ന പോലെ മടക്കുക. എന്നിട്ട് കാൽപാദം ഫ്ലെക്സ് ചെയ്യുക. വലത്തെ കാലിൻ്റെ കാൽപാദം ഫ്ലെക്സ് ചെയ്യുക. എന്നിട്ട് കാൽപാദം റൊട്ടേറ്റ് ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇനി കാല് എക്സ്റ്റെൻഡ് ചെയ്യുക. മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നത്ര എക്സ്റ്റെൻഡ് ചെയ്യുക. എപ്പോഴാണ് പെയിന് വരുന്നത് അപ്പം നിർത്തുക. പെയിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ വയറ് ടക്കിൻ ചെയ്ത് പിടിക്കുക. എന്നിട്ട് രണ്ട് കൈ കൊണ്ടും കാൽമുട്ടിൻ്റെ ബാക്കിൽ ഹോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വലിക്കുക. ചെസ്റ്റിൻ്റെ സൈഡിലേക്ക് വലിക്കുക. എന്നിട്ട് തല ഉയർത്തിയിട്ട് മൂക്ക് കാൽമുട്ടിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ നോക്കുക. റിലാക്സ് ചെയ്യുക. കാൽമുട്ട് വീണ്ടും ഉള്ളിലേക്ക് മടക്കുക. ഇടത്തെ കൈ കൊണ്ട് വലത്തെ കാൽമുട്ട് പിടിച്ചിട്ട് കാല് ഇടത്തോട്ട് മൂവ് ചെയ്യുക. ഒപ്പം വലത്തെ കൈയും എക്സ്റ്റെൻഡ് ചെയ്യുക. പറഞ്ഞു മനസ്സിലാവണില്ലെങ്കിൽ വീഡിയോ ശ്രദ്ധിക്കുക. ഇടത്തെ കൈ കൊണ്ട് വലത്തെ കാൽമുട്ട് പിടിച്ചിട്ട് കാല് ഇടത്തോട്ട് മൂവ് ചെയ്യുക. വലത്തെ കൈ എക്സ്റ്റെൻഡ് ചെയ്യുക. ഷോൾഡർ രണ്ടും മാറ്റിൽ നിന്ന് റൈസ് ആവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ വലത് സൈഡിലെ ഹിപ്സിന് ലോവർ ബാക്കിനൊക്കെ നല്ലൊരു സ്ട്രെച്ച് ഫീൽ ആവും. ഒപ്പം വലത് സൈഡിലേക്ക് നോക്കുക, വലത്തെ കൈയിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങളുടെ സ്ട്രെച്ച് ഒന്നും കൂടിയും ഡീപ്പാവുന്ന ഫീൽ ആവും. നമ്മൾ യോഗയിൽ ഏത് പോസ് ചെയ്യുമ്പോഴും ഏത് സ്ട്രെച്ച് ചെയ്യുമ്പോഴും ബോഡിയിൽ പെയിൻ വരാൻ പാടില്ല. പെയിൻ എപ്പോഴാണ് വരുന്നത് അപ്പോൾ നിർത്തുക. എന്നിട്ട് പെയിന് വരാത്ത ഇടം വരെ അതുവരെ സ്ട്രെച്ച് ചെയ്യുക. അതിന് മേലെ സ്ട്രെച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ പെയിന് വരാൻ വേണ്ടിയിട്ടല്ല യോഗ ചെയ്യുന്നത്. ഇനി പൊസിഷനിൽ തിരിച്ച് പുറത്ത് വരാൻ വേണ്ടിയിട്ട് കാല് തിരിച്ച് പഴയ പൊസിഷനിൽ തന്നെ കൊണ്ടുവരിക. വലത്തെ കാല് ഉള്ളിലോട്ട് മടക്കുക. ചെസ്റ്റിക്ക് കൊണ്ടുവരിക. നമ്മൾ മസിൽസ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത്. അപ്പോൾ ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റെൻഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. നമ്മൾ ഓരോ പോസ് ചെയ്യുമ്പോഴും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിലും പുറത്തേക്ക് വിടുന്നതിലും ഫോക്കസ് ചെയ്യുക. അതേപോലെ ഇടത്തെ കാല് ഉള്ളിലോട്ട് കൊണ്ടുവരിക, ചെസ്റ്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇടത്തെ കാൽപാദം റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുക, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. ഇനി ഇടത് കാല് മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. രണ്ട് കൈയും വെച്ചിട്ട് കാൽമുട്ടിൻ്റെ ബാക്കിൽ ഹുക്ക് ചെയ്തിട്ട് മാക്സിമം ഉള്ളിലോട്ട് വലിക്കാൻ നോക്കുക. വയർ ടക്കിൻ ചെയ്യുക. ഒപ്പം തല ഉയർത്തുക. എന്നിട്ട് മൂക്ക് കാൽമുട്ടിൽ ടച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. മാക്സിമം അടുത്തേക്ക് കൊണ്ടുപോകുക. കാല് താഴത്തേക്ക് തന്നെ കൊണ്ടുവരിക. എന്നിട്ട് കാൽമുട്ട് വീണ്ടും ഉള്ളിലേക്ക് ചെസ്റ്റിക്ക് തന്നെ മടക്കുക.
ഇനി വലത്തെ കൈ ഇടത് കാൽമുട്ടി പിടിച്ചിട്ട് കാല് വലത്തോട്ട് മൂവ് ചെയ്യാൻ നോക്കുക. ഒപ്പം ഇടത്തെ കൈ ലെഫ്റ്റ് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇടത്തെ കൈയിലേക്ക് നോക്കുക. ശ്വാസത്തിൽ ഫോക്കസ് ചെയ്യുക. ബോഡി എന്നിട്ട് മാക്സിമം റിലാക്സ് ചെയ്യുക. ഷോൾഡർ രണ്ടും മാറ്റിൽ നിന്ന് റൈസ് ആവാതെ ശ്രദ്ധിക്കുക. കൈയും കാലും എല്ലാം തിരിച്ച് പഴയ പോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് രണ്ട് കാലും ഉള്ളിലോട്ട് മടക്കുക, ചെസ്റ്റിലോട്ട് മടക്കുക. ഇനി കാല് രണ്ടും മാറ്റിലേക്ക് കൊണ്ടുവരിക, കാൽപാദം മാറ്റിലേക്ക് കൊണ്ടുവരിക. ഹിപ്പിൻ്റെ അടുത്ത് കാല് രണ്ടും കുത്തുക. നിങ്ങളുടെ കൈ കൊണ്ട് തൊട്ടാലെത്തുന്ന ദൂരത്ത് വേണം കാൽപാദം രണ്ടും വരാൻ. നമ്മളിനി ലോവർ ബാക്ക് ആർച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ ലോവർ ബാക്ക് ഓൾറെഡി ആർച്ച് ഉണ്ടെങ്കിൽ ആദ്യം നടുവൊന്ന് സ്ട്രെയിറ്റ് ആക്കുക. ബാക്ക് മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യുക. ലോവർ ബാക്ക് ആർച്ച് ചെയ്യാം. ലോവർ ബാക്കിന് ചെറിയൊരു ബെൻഡ് കൊടുക്കുക. ഒരു ആർച്ച് പോലെ മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോക്ക് ശ്രദ്ധിക്കുക. ഇൻഹെയിൽ ബാക്ക് സ്ട്രെയിറ്റ് ചെയ്യുക. എക്സെയിൽ ബാക്ക് ആർച്ച് ചെയ്യുക. ഇൻഹെയിൽ ബാക്ക് സ്ട്രെയിറ്റ് ചെയ്യുക. എക്സെയിൽ ബാക്ക് ആർച്ച് ചെയ്യുക. വീണ്ടും ഇൻഹെയിൽ ബാക്ക് സ്ട്രെയിറ്റ് ചെയ്യുക. ഇനി ബാക്ക് മാക്സിമം റിലാക്സ് ചെയ്യുക. അടുത്ത നമുക്ക് ബ്രിഡ്ജ് പോസ് ട്രൈ ചെയ്യാം. ഇൻഹെയിൽ നിങ്ങളുടെ ഹിപ്പ് മേലോട്ട് ഉയർത്താൻ നോക്കുക. ഹിപ്പും അപ്പർ ബോഡിയും മാക്സിമം മേലോട്ട് ഉയർത്താൻ നോക്കുക. എക്സെയിൽ തിരിച്ച് താഴോട്ട് തന്നെ വരിക. ഇൻഹെയിൽ തിരിച്ച് മേലോട്ട് തന്നെ ഉയർത്തുക. എക്സെയിൽ താഴോട്ട് തന്നെ വരിക. വീണ്ടും ഇൻഹെയിൽ മേലോട്ട് തന്നെ ഉയർത്തുക. എക്സെയിൽ താഴോട്ട് തന്നെ വരിക. റിലാക്സ് ചെയ്യുക. ഇനി ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റിരിക്കുക. ഇനി നമ്മൾ കാൽമുട്ടും കൈയും കുത്തിയിട്ട് ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരികയാണ്. കൈ നേരെ ഷോൾഡറിൻ്റെ താഴെ വരണം. കാൽമുട്ട് നേരെ ഹിപ്പിൻ്റെ താഴെ. കാൽമുട്ടുകൾ തമ്മിൽ ഹിപ്പിൻ്റെ അതേ ഡിസ്റ്റൻസും. അടുത്താണ് ക്യാറ്റ് ആൻഡ് കൗ പോസ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നടു ആർച്ച് ചെയ്യുക. ഫ്രണ്ടിലോട്ട് നോക്കുക. എക്സെയിൽ ചെയ്യുക. നടു നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആർച്ച് ചെയ്യുക. താഴോട്ട് നോക്കുക. വീണ്ടും ഇൻഹേൽ ചെയ്യുക. ആർച്ച് ചെയ്യുക. ഫ്രണ്ടിലോട്ട് നോക്കുക. എക്സെയിൽ ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആർച്ച് ചെയ്യുക. താഴോട്ട് നോക്കുക. ഇൻഹേൽ ചെയ്യുക. ആർച്ച് ചെയ്യുക. ഫ്രണ്ടിലോട്ട് നോക്കുക. എക്സെയിൽ ചെയ്യുക. തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആർച്ച് ചെയ്യുക. താഴോട്ട് നോക്കുക. ഒരു ന്യൂട്രൽ പൊസിഷനിലേക്ക് വരിക. റിലാക്സ് ചെയ്യുക. എന്നിട്ട് വലത്തെ കൈ മേലോട്ട് റൈസ് ചെയ്യുക. ചെസ്റ്റ് നന്നായിട്ട് ഓപ്പൺ ചെയ്യുക. വലത്തെ കൈയിലേക്ക് നോക്കുക. എന്നിട്ട് ഇടത്തെ കൈയിൻ്റെ ഇടയിലെ ഗ്യാപ്പിൽ കൂടെ വലത്തെ കൈ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഇടത്തെ കൈ മുന്നോട്ട് എക്സ്റ്റെൻഡും ചെയ്യുക. തല മാറ്റിൽ റെസ്റ്റ് ചെയ്യുക. ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. ഇനി മെല്ലെ ശ്വാസത്തിൽ ഫോക്കസ് ചെയ്യുക. ഇതാണ് ത്രെഡ് ദ നീഡിൽ. പോസ് നിന്ന് പുറത്തു വരാൻ ഇടത്തെ കൈ കുത്തിയിട്ട് എഴുന്നേൽക്കുക.
തിരിച്ച് ടേബിൾ ടോപ്പിലേക്ക് തന്നെ വരിക. അതേപോലെ ഇടത് കൈ മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇടത്തെ കൈയിലേക്ക് നോക്കുക. എന്നിട്ട് വലത്തെ കൈയിലെ ഗ്യാപ്പിലൂടെ ഇടത് കൈ എക്സ്റ്റെൻഡ് ചെയ്യുക, വലത്തെ കൈ മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, തല മാറ്റിൽ വയ്ക്കുക, റിലാക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സ്പൈനിന് ഒരു ട്വിസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക. പോസ് നിന്ന് തിരിച്ച് ടേബിൾ ടോപ്പിക്ക് വരിക. ഇനി സ്വിങ്സ് പോസിൽ വരിക. 2 കാലും എക്സ്റ്റെൻഡ് ചെയ്യുക, മാറ്റിൽ കമിഴ്ന്ന് കിടക്കുക, ചെസ്റ്റ് റൈസ് ചെയ്യുക, 2 കൈമുട്ടും ഷോൾഡറിൻ്റെ താഴെ വരണം. എന്നിട്ട് ഫ്രണ്ടിലേക്ക് നോക്കുക, നന്നായിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക. ഈ പോസ് ചെയ്യുമ്പോൾ മാക്സിമം കയ്യിലേക്ക് സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ നോക്കുക. നിങ്ങളുടെ അപ്പർ ബാക്ക് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ചെസ്റ്റ് റൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. തിരിച്ച് ടേബിൾ ടോപ്പിൽ തന്നെ വരിക. ഇനി കാല് മടക്കിയിട്ട് ബാക്കിലോട്ട് ഇരിക്കുക. കാൽമുട്ട് രണ്ടും മാറ്റിൻ്റെ ഡിസ്റ്റൻസിൽ വൈഡാക്കി വയ്ക്കുക. കാലിൽ വിരലുകൾ രണ്ടും കൂട്ടിമുട്ടുന്ന പോലെ ഇരിക്കുക. എന്നിട്ട് തല മാറ്റിക്ക് കൊണ്ടുവരിക, കൈ രണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് എക്സ്റ്റെൻഡഡ് ചൈൽഡ്സ് പോസ്. മാക്സിമം ബോഡി പാർട്സ് എല്ലാം റിലാക്സ് ചെയ്യുക, ഹിപ്പ് റിലാക്സ് ചെയ്യുക, നെക്ക് എല്ലാം റിലാക്സ് ചെയ്യുക. ഇനി എഴുന്നേറ്റിട്ട് 2 കാലും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇരിക്കുക. എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹാംസ്ട്രിങ്സ്, നിങ്ങളുടെ തൈസിലെ മസിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ സയാറ്റിക് നെർവ് ടൈറ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ പറ്റാത്തവർ കാലിൽ ഇതേപോലെ ഒരു ബെൻഡ് വെച്ചിട്ടിരിക്കുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്തോറും മെല്ലെ ഓപ്പണായി വന്നോളും. ഹാംസ്ട്രിങ്സ് മെല്ലെ ഓപ്പൺ ആകുമ്പോൾ നേരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവരെ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബെൻഡ് വെച്ചാൽ മതി കാലിൽ. നടു സ്ട്രെയിറ്റ് ചെയ്യുക. കാല് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പെയിൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക. അതിലും കൂടുതൽ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യരുത്. ഇനി ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ഒന്ന് ബോഡി സ്റ്റേബിൾ ആക്കുക. ഇനി കൈ രണ്ടും മുകളിലേക്ക് റൈസ് ചെയ്തിട്ട് കാൽപാദത്തേക്ക് പിടിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ലോവർ ബാക്കിലൊക്കെ നല്ല സ്ട്രെച്ച് ഫീൽ ആവും, ഹാംസ്ട്രിങ്ങിൽ സ്ട്രെച്ച് ഫീൽ ആവും. ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക, മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യുക. കാലുകളിൽ ഒരു ബെൻഡ് വെക്കണേ വെക്കാം. ഓരോ തവണ എക്സൈൽ ചെയ്യുമ്പോഴും മാക്സിമം സ്ട്രെച്ച് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. കാലുകൾ റിലാക്സ് ചെയ്യുക, കൈ വിടുക. എന്നിട്ട് വലത്തെ കാല് മടക്കിയിട്ട് ഉള്ളിലോട്ട് കൊണ്ടുവരിക. ഈ സപ്പോർട്ടിന് വലത്തെ കൈ പിന്നിലോട്ട് കുത്തുക. എന്നിട്ട് ഇടത്തെ കൈ കാൽമുട്ടിൻ്റെ മേലെ കൊണ്ടുവന്നിട്ട് സ്പൈന് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുക, റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യാൻ നോക്കുക. സ്പൈന് മാക്സിമം സ്ട്രെയിറ്റ് ആക്കി വെക്കാൻ നോക്കുക. സ്പൈനിൽ നല്ലൊരു സ്ട്രെച്ച് ഫീൽ ആവും. ശ്വാസം ഡീപ്പായിട്ട് എടുക്കുക. റിലാക്സ് ചെയ്യുക, പോസ് നിന്ന് പുറത്ത് വരിക. അതേപോലെ ഇടത് കാല് ഉള്ളിലോട്ട് എടുക്കുക. അതേപോലെ ഇടത് കൈ ബാക്കിലേക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് വലത്തെ കൈയിലെ കൈമുട്ട് കാലിന് മേലെ വെച്ച് ഇടത് സൈഡിലേക്ക് ടേൺ ചെയ്യാൻ നോക്കുക. സ്പൈന് മാക്സിമം സ്ട്രെയിറ്റ് ആക്കി വെക്കുക.
ശ്വാസം നല്ല ഡീപ്പായിട്ട് എടുക്കുക. റിലാക്സ് ചെയ്യുക. പോസ്ന്ന് പുറത്തു വരിക. കാല് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി സ്പൈനിന് ഒരു ട്വിസ്റ്റും കൂടെ ചെയ്യാം. അതിന് മാറ്റിൽ റിലാക്സ് ആയിട്ട് മലർന്ന് കിടക്കുക. ഈ 2 കാലും മേലോട്ട് ഉയർത്തുക. വലത്തെ കാല് ഇടത്തെ കാലിന്റെ മേലെ കൂടെ ഹുക്ക് ചെയ്തിട്ട് കാല് രണ്ടും ഇടത്തെ സൈഡിലേക്ക് മൂവ് ചെയ്യുക. മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് കൈ രണ്ടും എൽ ഷേപ്പിൽ കൊണ്ടുവരിക. കാക്ടസ് പൊസിഷനിൽ കൊണ്ടുവരിക. എന്നിട്ട് വലത്തെ സൈഡിലേക്ക് നോക്കുക. റിലാക്സ് ചെയ്യുക. ഹുക്കിന്ന് പുറത്തു വരിക. ഇനി തിരിച്ച് അതേപോലെ ഇടത് കാല് വലത് കാലിന് മേലെ കൂടെ ഹുക്ക് ചെയ്തിട്ട് വലത് സൈഡിലേക്ക് കാല് രണ്ടും മൂവ് ചെയ്യുക. ഇടത്തെ സൈഡിലേക്ക് നോക്കുക. 2 ഷോൾഡറും മാറ്റിൽ തന്നെ വെക്കുക. ഹിപ്സിലും ലോവർ ബാക്കിലും നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെച്ച് ഫീൽ ആവും. ഹുക്കിന്ന് പുറത്തു വരിക. 2 കാൽമുട്ടും വീണ്ടും ചെസ്റ്റിലേക്ക് മടക്കുക. ഇനി നിങ്ങൾ കൈ കൊണ്ട് 2 കാൽപാദത്തിലും പിടിച്ചിട്ട് കാല് രണ്ടും മുകളിലേക്ക് ഉയർത്തുക. ഇനി ഇതേപോലെ ലെഫ്റ്റിക്കും റൈറ്റിക്കും റോൾ ചെയ്യുക. ബാക്ക് ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് കാല് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരു കാല് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അത് കാല് എക്സ്റ്റെൻഡ് ചെയ്യുക. മറ്റേ കാല് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ആൾട്ടർനേറ്റീവിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. റിലാക്സ് ചെയ്യുക. കാല് രണ്ടും മാറ്റിക്ക് കൊണ്ടുവരിക. ലാസ്റ്റ് പോസാണ് ശവാസൻ. ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ബോഡിയിലെ എല്ലാ മസിൽസും റിലാക്സ് ചെയ്യുക. നിങ്ങൾ കാൽപാദത്തേക്ക് ശ്രദ്ധിക്കുക. കാഫ് മസിൽസിക്ക് ശ്രദ്ധിക്കുക. കാഫ് മസിൽസ് ഒക്കെ ടൈറ്റ് ഉണ്ട്, റിലാക്സ് ചെയ്യുക. തൈസിക്ക് ശ്രദ്ധിക്കുക. ഹിപ്സിക്ക് ശ്രദ്ധിക്കുക. എല്ലാം റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ലോവർ ബാക്ക് അപ്പർ ബാക്ക് ഒക്കെ റിലാക്സ് ചെയ്യുക. ഷോൾഡർ, ചെസ്റ്റ്, ആബ്സ് എല്ലാം റിലാക്സ് ചെയ്യുക. വലത്തെ കൈ റിലാക്സ് ചെയ്യുക. ഇടത്തെ കൈ റിലാക്സ് ചെയ്യുക. നെക്ക് ടൈറ്റ് ഉണ്ടെങ്കിൽ നെക്ക് ലൂസാക്കുക. നിങ്ങളുടെ ജോ ലൈൻ ടൈറ്റ് ഉണ്ടെങ്കിൽ ജോ ലൈൻ റിലാക്സ് ചെയ്യാം. ഫേസ് മൊത്തം റിലാക്സ് ചെയ്യുക. ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക.
ഇനി എഴുന്നേക്കാൻ വേണ്ടിയിട്ട് 2 കാലുകളും മടക്കി ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ട് മെല്ലെ എഴുന്നേൽക്കുക. കണ്ണുകൾ തുറക്കാറായിട്ടില്ല. ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ തോന്നുന്നത് അപ്പോൾ കണ്ണ് തുറക്കാവുന്നതാണ്. ബാക്ക് പെയിൻ ഉള്ളവർക്ക് ബാക്ക് പെയിന് റിലീഫ് കിട്ടിയിട്ടുണ്ട് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യാം. ഇന്ന് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത എല്ലാവർക്കും നന്ദി.